കഴിഞ്ഞ ദിവസം വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു വീട്ടമ്മ പറഞ്ഞ കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഒരു പ്രധാന വിഷയമാണ് എന്നതിനാലാണ് ഇന്ന് ആ കാര്യം പറയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ദിവസം അവരുടെ മുതിർന്ന മകൾ ഗ്യാസ് സ്റ്റവിൽ ചോറുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ചോറ് നന്നായി തിളച്ച ശേഷം അവർ ഫ്ലെയിം കുറച്ചു വച്ചു. ബാക്കി പതിയെ വെന്തുകൊള്ളും എന്നതിനാൽ അല്പനേരം മൊബൈലിലെ വിശേഷങ്ങൾ അറിയാനായി ഹാളിലെ കസേരയിലേക്ക് ചാഞ്ഞു. സ്കൂൾ ഗ്രൂപ്പും കോളേജ് ഗ്രൂപ്പും ഫാമിലി ഗ്രൂപ്പും അല്ലറ ചില്ലറ തമാശകളും കഥകളുമായി മണിക്കൂറുകൾ കഴിഞ്ഞു. അതേസമയം അടുക്കളയിൽ തിളച്ചുമറഞ്ഞ ചോറുവെള്ളം സ്റ്റൗവിന്റെ തീ അണച്ചിരുന്നു. അപ്പോഴും ഗ്യാസ് സ്റ്റൗവിൽ നിന്നും ഗ്യാസ് പുറത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. പതിയെ അത് അടുക്കളയും കടന്ന് ഹാളിനകത്തെത്തി. മൂക്കിലേക്ക് തുളഞ്ഞു കയറിയ ചീഞ്ഞ മണം മൊബൈലിൽ നിന്നല്ല, അടുക്കളയിലെ ഗ്യാസ് സ്റ്റൗവിൽ നിന്നുമാണ് എന്ന കാര്യം വളരെ പെട്ടെന്ന് തന്നെ അവർ തിരിച്ചറിഞ്ഞു. ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടണോ അതോ അടുക്കളയിൽ പോയി ഗ്യാസ് ഓഫാക്കണോ? സംശയിച്ചു നിൽക്കാൻ സമയമില്ല. വരുന്നത് വരട്ടെ എന്ന് കരുതി അവർ ഓടി അടുക്കളയിൽ ചെന്ന് ഗ്യാസ് ഓഫ് ചെയ്തു. പെട്ടെന്ന് തന്നെ ജനാലകളും വാതിലുകളും തുറന്നു.